നമ്മുടെ ശബരിമല തീർത്ഥാടന കാലം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ശബരിമലയ്ക്ക് വേണ്ടി സർക്കാർ മുടക്കുന്ന തുകയൊക്കെ നമുക്കറിയാം. ഇത്തവണ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു വേറിട്ട കാഴ്ചയെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, ശബരിമലയ്ക്ക് വേണ്ടി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നമ്മുടെ സർക്കാർ പണിയാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തീർത്ഥാടന കാലത്ത് മാത്രമല്ല കേട്ടോ, എല്ലാ കാലത്തും അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് അത് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ ആധുനിക സൗകര്യമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സർക്കാർ നിലയ്ക്കലിൽ പണിയാൻ വേണ്ടി പോകുന്നു. ശബരിമലയിൽ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സഹായകരമായി നിലയ്ക്കലിൽ അത്യാധുനിക നിലവാരമുള്ള സർക്കാർ ആശുപത്രി വരുന്നു. സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് നിർവഹിക്കും. പ്രദേശവാസികളുടെയും തീർത്ഥാടകരുടെയും ഏറെ പ്രയോജനകരമായ ഈ പദ്ധതി, സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചതിന് പിന്നാലെയാണ് LDF സർക്കാർ മണ്ഡലകാലത്തിന് മുമ്പായി മറ്റൊരു സുപ്രധാന പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുന്നത്. സുജു ടി ബാബു എന്നോടൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് നിലയ്ക്കലിലെ ആശുപത്രിയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സുജു, ഗുഡ് മോർണിംഗ്. ശബരിമല തീർത്ഥാടന കാലം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിനു മുന്നോടിയായി വലിയൊരു വികസന പ്രവർത്തനത്തിന് അവിടെ തുടക്കമിടുന്നു എന്നതാണ്. നിലയ്ക്കലിൽ ഒരു സർക്കാർ ആശുപത്രി, അതും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി. ഇത് തീർത്ഥാടകർക്ക് വേണ്ടി മാത്രമല്ലല്ലോ അല്ലേ, നാട്ടിലെ മറ്റു മനുഷ്യർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എക്കാലത്തും പ്രവർത്തിക്കുന്ന തരത്തിലല്ലേ ആശുപത്രി വിഭാവനം ചെയ്യുന്നത്? തീർച്ചയായിട്ടും മനു, അങ്ങനെ തന്നെയാണ്. എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ, പ്രത്യേകിച്ച് നമുക്ക് ഈ ശബരിമല തീർത്ഥാടകർ, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒരു സീസണിൽ വരുന്നു. പിന്നീട് മാസപൂജയ്ക്കായും ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ എത്തുന്നുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അട്ടത്തോട്, മഞ്ഞത്തോട്, ലാഹ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആദിവാസി ഉന്നതികളിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ. അവർക്ക് ഈ ഒരു വളരെ പെട്ടെന്നൊരു എമർജൻസി ട്രോമാ കെയറിലേക്ക് എത്തണമെങ്കിൽ റാന്നിയിലേക്കോ പത്തനംതിട്ടയിലേക്കോ അല്ലെങ്കിൽ കോട്ടയത്തേക്കൊക്കെ പോകേണ്ട ഒരു ഗതികേടിൽ ആ മനുഷ്യർ തുടരുന്നത് ദീർഘനാളായി. അതായത് നമുക്ക് കേരളപ്പിറവി മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ. എന്നാൽ അവരുടെയൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുകയാണ് ഈ നിലയ്ക്കൽ വരുന്ന അത്യാധുനിക സൗകര്യങ്ങൾ കൂടിയ പുതിയ സർക്കാർ ആശുപത്രി. ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശബരിമലയോട് ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ എന്ന പ്രാധാന്യത്തിലേക്ക് ഈ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നിലയ്ക്കലിലെ സർക്കാർ ആശുപത്രി മാറും. നിലവിലവിടെ ചെറിയൊരു ആശുപത്രിയാണല്ലോ. ഇതിൻ്റെ പ്രത്യേകത, അടിയന്തര ഘട്ടങ്ങളിൽ വളരെ വേഗത്തിൽ ചികിത്സ നൽകാൻ സാധിക്കും. നമുക്കറിയാം, ശബരിമല മേഖലയിൽ നിലയ്ക്കൽ മുതൽ പമ്പ വരെയും അല്ലെങ്കിൽ നിലയ്ക്കൽ മുമ്പുള്ള പ്രദേശങ്ങളിലൊക്കെ അപകട വളവുകൾ നിറഞ്ഞ പ്രദേശം കൂടിയാണ്. ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ ഹൃദയാഘാതം, പലപ്പോഴും ശബരിമല തീർത്ഥാടകർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയം ഹൃദയാഘാതം ഉണ്ടാകുക, മറ്റ് രോഗങ്ങളുണ്ടായാൽ വളരെ പെട്ടെന്നൊരു ചികിത്സാ സൗകര്യം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഈ ആശുപത്രി പൂർത്തിയാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. സർക്കാർ ഏതെങ്കിലും നിർമ്മാണ ഉദ്ഘാടനം നടത്തി കല്ലിട്ട് പോകുകയല്ല. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പണി ആരംഭിച്ച അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി അത് കഴിഞ്ഞ ആഴ്ചയാണ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ നാടിന് സമർപ്പിച്ചത്. അതും ശബരിമല തീർത്ഥാടകർക്ക് ഏറെ നിർണായകമാണ്. അതായത് ശബരിമല നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള, അതായത് ശബരിമല ബേസ് ക്യാമ്പാണ് ഏറ്റവും പ്രധാന നിലയ്ക്കൽ. അവിടെ ഉൾപ്പെടെ എത്തുന്ന തീർത്ഥാടകർക്ക് മുൻപ് കുടിവെള്ളം എത്തിച്ചത് ടാങ്കറിലായിരുന്നു. ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുമ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും തരത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടാൽ കുടിവെള്ളം എത്തില്ല. എന്നാൽ അവിടേക്ക് നേരിട്ട് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാക്കിയത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞ മേഖലയിലുള്ള ആദിവാസി ഉന്നതികളിലേക്കും കുടിവെള്ളം എത്തുന്ന പദ്ധതി. അപ്പോൾ ഒരു പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ച ശേഷമാണ് സമർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു പദ്ധതിക്ക് ഇന്ന് തറക്കല്ലിടുകയാണ്. നിരവധി വികസന പദ്ധതികൾ ഇതിനോടൊപ്പം യാഥാർത്ഥ്യമാകുന്നു. പലതിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലുമാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഭക്ഷ്യസുരക്ഷാ ലാബ് ഇന്ന് നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുകയാണ്. അതും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ വകുപ്പാണ്. മന്ത്രി തന്നെയാണ് അതും ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഒരു ഭക്ഷ്യസുരക്ഷാ ലാബ് വരുന്നത് മുമ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ കൂടിയുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ അത് പത്തനംതിട്ട ജില്ലയിൽ തീർത്ഥാടകർക്കുൾപ്പെടെ, കാരണം ശബരിമല സീസണിലൊക്കെ നമുക്ക് ധാരാളം ഹോട്ടലുകളിലെ പരിശോധന നടത്താനുണ്ട്, അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ ആ സംവിധാനങ്ങൾ വരുന്നു. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, കേരള മലയാളികൾക്ക് മാത്രമല്ല, ഈ കേരളത്തിന് പുറത്തു നിന്നൊക്കെ ധാരാളം തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്ന അവർക്കെല്ലാം പ്രയോജനകരമാകുന്ന ഒരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു സുജു. അങ്ങനെ എല്ലാവർക്കും സഹായകരമാകുന്ന ഏറ്റവും മികച്ചൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. നിലയ്ക്കലിൽ ഒരു സർക്കാർ ആശുപത്രി
ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏകദേശം ഒരു 9.5 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഈ തീർത്ഥാടന കാലം വരുമ്പോൾ താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കി എന്നല്ലാതെ അവിടെ ഒരു സ്ഥിരം ആശുപത്രി, അതും ഏറ്റവും മികച്ച സാങ്കേതിക സൗകര്യങ്ങളോടെ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നമ്മുടെ നാട് പോകുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ നാട് പോകുന്നത് എങ്ങോട്ടേക്കാണ് എന്ന്, എത്രമാത്രം വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനൊക്കെ കാരണമായത് ഒരു പരിധിവരെയല്ല, അതിനൊക്കെ കാരണമായത് കിഫ്ബി എന്ന് പറയുന്ന വലിയ ഇടപെടലാണ്. അതിൻ്റെ ഒക്കെ പുറകിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. കാരണം ഈ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി വേണ്ടേ? അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. അതിന് തൊട്ടുപുറകിൽ എല്ലാ സഹായവും നൽകിക്കൊണ്ട് നിൽക്കുന്ന ധനമന്ത്രിമാരെ, ഒന്നാം പിണറായി സർക്കാരിൽ ഡോക്ടർ തോമസ് ഐസക്, രണ്ടാം പിണറായി സർക്കാരിൽ KN ബാലഗോപാൽ, അവരെ നമ്മൾ കാണാതെ പോകരുത്. ഏറ്റവും മികച്ച ഇടപെടലുകളാണ് അവർ ഈ സംസ്ഥാനത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.